അസ്സലാമു അലൈക്കും. ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ കുറച്ച് നന്നായിട്ടും കാണാൻ എങ്ങനെ ഒരുങ്ങാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യണം എന്താണെങ്കിലും ഫസ്റ്റ് ബേസ് ആയിട്ടൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫേസിൽ നല്ലപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ആക്കുന്നത് പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ലിപ്സ്റ്റിക് അല്ല, ഹിമാലയയുടെ ഒരു ലിപ് ബാം. കാരണം ലിപ്പ് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കണില്ല നമ്മളെപ്പോഴും. അപ്പോൾ ഒരു ഹിമാലയയുടെ ലിപ് ബാം യൂസ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഒരു ലിപ് ബാം ഇടുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പും നല്ലൊരു ഡാർക്ക്നെസ് ഒക്കെ കിട്ടും. അപ്പം ഞാൻ രണ്ടും ഒരുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിഫറൻസ് കണ്ടില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് റെനേൻ്റെ ഒരു ഫേസ് ബ്രൈറ്റ് ആയിട്ടുള്ള എവരിഡേ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നല്ല അത്ര തിക്നെസ് ഒന്നും അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്. റീസെൻ്റായിട്ട് ഞാൻ യൂസ് ആക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ പറഞ്ഞു. ഫെയർ സ്കിൻ ആയിട്ടുള്ളവർക്കും കുറച്ച് കുഴപ്പമില്ലാത്ത അത്ര ഡസ്കി സ്കിൻ അല്ലാത്തവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ. അപ്പോൾ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് ക്രീം യൂസ് ആക്കുമ്പോൾ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് കളറാകും. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുള്ളത് തന്നെ, എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ യൂസ് ആക്കുമ്പോൾ അതുപോലെ തന്നെ നെക്കിൽ യൂസ് ആക്കണം. അപ്പം ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ എടുത്തിട്ട് ഈവനായിട്ട് ഫേസിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ സ്കിന്നോട് നന്നായിട്ട് ഇത്തിരി ഫസ്റ്റ് നമുക്ക് പൊട്ടിയിട്ട് ഇത്തിരി എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം ഫേസോട് നന്നായിട്ട് ബ്ലെൻഡായി ചേരും. കണ്ടില്ലേ, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വൈറ്റനിങ് കിട്ടുന്നുണ്ട് ഈ ക്രീം. ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്തതിൽ എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് നമ്മൾ ഈവണായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ക്രീം തന്നെ യൂസ് ആക്കാറ്. എക്സ്ട്രാ ഇതിൻ്റെ മുകളിൽ ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനെ എക്സ്ട്രാ ഒന്നും ഞാൻ യൂസ് ആക്കാറില്ല. സത്യം പറഞ്ഞാൽ യൂസ് ആക്കാൻ അറിയില്ല എന്ന് വേണം പറയാൻ. ഈ ഒരു ക്രീം തന്നെ ഞാൻ മോസ്റ്റ്ലി യൂസ് ആക്കാറുള്ളൂ. ഇതിന് മുന്നേ വേറൊരു ക്രീം ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഈ ഒരു ക്രീം യൂസ് ആക്കുന്നു. അപ്പോൾ ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു ഫിനിഷിങ് ഒക്കെ കിട്ടിയില്ലേ. കണ്ടില്ലേ, ഇത്തിരി ഈ ഇടയായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾസ് മറക്കാൻ പറ്റില്ല. പക്ഷേ ഐഷാഡോ ഇടുമ്പോൾ കുറച്ച് കണ്ണിന് മുകളിൽ പോലെ തന്നെ നമ്മൾ കണ്ണിന് ചോട്ടിലിടുമ്പോൾ നമുക്ക് ആ ഡാർക്ക് സർക്കിൾസ് അത്ര എടുത്ത് നിൽക്കില്ല. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ മാർസിൻ്റെ ഒരു മോസ് ലിക്വിഡ് ലിപ്സ്റ്റിക്കില്ലേ, അതാണ് യൂസ് ആക്കുന്നത് ഇപ്പോൾ ബേസായിട്ട്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, പക്ഷെ അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല. അത് കാരണം ഞാൻ അധികം ലിപ്പിൽ യൂസ് ആക്കാറില്ല. ഐഷാഡായിട്ടും ബ്ലഷായിട്ടൊക്കെ ഞാൻ യൂസ് ആക്കാറുണ്ട്. കണ്ണിൽ അപ്ലൈ ചെയ്തതിന് ബാലൻസ് ഞാൻ ചീക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ആ ഒരു പിങ്കിഷ് ഗ്ലോ ആവുന്നില്ലേ. അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ നമുക്ക് ഫേസ് ഇട്ട് നടക്കാൻ നല്ല ഹെവി ആയിട്ടില്ലാത്തൊരു ലിപ്സ്റ്റിക്കാണിത്. വൈറലായിട്ടിരുന്നൊരു സാധനം. അപ്പോൾ ഞാൻ അടുത്തതൊരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഇതിന് മാച്ച് ആവുന്ന ഒരു കളറിൽ ഐഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഒരു ഗ്ലിറ്ററി എഫക്റ്റ് കിട്ടാനാ. എനിക്ക് ഐസിന് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വെക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്നത് ഐസിന് ഐസിന് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് കാണിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ എന്താ അങ്ങോട്ട് നോക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ മിറർ അവിടെയാണ്, അതുകൊണ്ടാണ് നോക്കുമ്പോൾ അങ്ങോട്ട് പോണത്. അതുപോലെ തന്നെ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഐഷാഡോ പോലത്തെ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ ചോട്ടിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസിനൊരു ഷാർപ്നെസ്സും ഒരു അതിനൊന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കണ പോലെയൊക്കെ തോന്നും. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണേ, നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് നമ്മൾ ഐലൈനർ എഴുതണം. പിന്നെ ഫോൺ നോക്കിയിട്ട് ഐലൈനർ എഴുതി ശരിയാവില്ല. അപ്പം ഞാൻ ഐലൈനർ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിച്ചത് ഇപ്പം ഇങ്ങനെ എഴുതാൻ. എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? നെക്സ്റ്റ് നമ്മൾ
മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ലിപ്സ്റ്റിക്ക്. ഇത് എല്ലാ സ്കിൻ ടോണിനും ആയിരിക്കും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ. റോസ് വുഡ് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ലാക്മീൻ്റെ. നല്ല അഫോർഡബിൾ പ്രൈസിനാണ് എനിക്ക് ഓൺലൈനിൽ കിട്ടിയത്. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഫുഡ് കഴിച്ചാലൊന്നും പെട്ടെന്നൊന്നും പോവില്ല. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റും നല്ല കംഫർട്ടബിളാണ് യൂസ് ആക്കാൻ. പിന്നെ ഇതിൽ കാണുന്നത് ഇത്ര റെഡിഷ് അല്ല, ഒരു മെറൂണിഷ് ടൈപ്പാണ്. ഇത് ക്യാമറയിൽ ഫോണിനെ കാണുന്നതുകൊണ്ട് ഫോൺ ക്യാമറയിൽ കാണുന്നതുകൊണ്ട് ഇത്ര ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലാതെ ഇത്ര ബ്രൈറ്റ് ഇല്ല. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ലുക്ക്. സിമ്പിളായിട്ടും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നതും ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പം നമ്മുടെ ചാനൽ എപ്പോഴും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്താണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം.